യെസ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ. ഈ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ അഗ്രിമെന്റിനെ എങ്ങനെയൊക്കെ നമുക്ക് ലൈക്ക് തിരിക്കാം അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഓൺ ദ ബേസ് ഓഫ് ഫോർമേഷൻ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പൊ പലതരത്തിൽ എങ്ങനെയൊക്കെയാണ് കോൺട്രാക്ടിനെ ക്ലാസിഫൈ ചെയ്യാൻ 3 തരമുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യത്തെ നോക്കി. രണ്ടാമത്തേതാണ് ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ. അത് പറഞ്ഞാല് ദാറ്റ് ഇസ് എ ക്ലാസിഫിക്കേഷൻ ഈസ് അബൌട്ട് ഹൗ എ കോൺട്രാക്ട് ഈസ് ക്രിയേറ്റഡ്. ഒരു കോൺട്രാക്ട് എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത് എന്ന് വെച്ചിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെയാണ് എക്സ്പ്രസ് കോൺട്രാക്ട്. എക്സ്പ്രസ് കോൺട്രാക്ട് എന്താണ് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ? എക്സ്പ്രസ് മീൻസ് ക്ലിയർലി സ്റ്റേറ്റഡ്. ആ കോൺട്രാക്റ്റിൽ എന്താണ് എന്നുള്ള കാര്യം ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ടേംസ് ഒക്കെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ആ കോൺട്രാക്റ്റിലുള്ള കാര്യങ്ങൾ അത് 2 തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒന്ന് റിട്ടൺ ആയിട്ട് വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്പോക്കൺ ആയിട്ട് ഓറൽ ആയിട്ട് വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷെ എങ്ങനെയായാലും അതിൽ കോൺട്രാക്റ്റിൽ എന്താണോ ഉള്ളത് അത് കൃത്യമായിട്ട് സ്റ്റേറ്റഡ് ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ റിട്ടൺ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലാവാം? എഗ്രിമെന്റ്സ് ആവാം, അല്ലെങ്കിൽ ഇമെയിൽസ് ആവാം. ഇതൊക്കെ റിട്ടൺ ഇതിൽ വരും. സ്പോക്കൺ എന്ന് പറഞ്ഞാൽ ലൈക്ക് വെർബൽ പ്രോമിസസ്. അതിനെയാണ് നമ്മൾ വെർബൽ പ്രോമിസസ്. പക്ഷെ അത് ക്ലിയർലി കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, സോ വെൻ ബോത്ത് പാർട്ടീസ് ക്ലിയർലി സേ ദാറ്റ് ദേ അഗ്രി ടു, ഇറ്റ്സ് എ എക്സ്പ്രസ് കോൺട്രാക്ട്. ഓക്കെ, ഉദാഹരണത്തിന് യു ഓർഡർ ഫുഡ് ഓൺ സൊമാറ്റോ ആൻഡ് അക്സെപ്റ്റ് പ്രൈസ്. ദാറ്റ്സ് എൻ എക്സ്പ്രസ് കോൺട്രാക്ട്. അല്ലെങ്കിൽ you are saying I will sell my bike to you and you will have to pay 50,000 rupees and that person agrees. That's an express contract. So ഇതൊക്കെയാണ് അതിന്റെ ഒരു ഉദാഹരണം. ഇപ്പോഴത്തെ ആക്ച്വലി ബിസിനസ് സിനാരിയോയില് എക്സ്പ്രസ് കോൺട്രാക്ട്സ് ആണ് കൂടുതൽ. അതായത് ബാങ്ക് ലോൺസ്, എംപ്ലോയ്മെന്റ് അഗ്രിമെന്റ്സ് എല്ലാം മിക്കതും റിട്ടൺ ആയിരിക്കും. റിട്ടൺ ഫോർ ലീഗൽ പ്രൂഫ്. സ്പോക്കൺ കുറവായിരിക്കും, റിട്ടൺ ആയിരിക്കും. പക്ഷെ എക്സ്പ്രസ് കോൺട്രാക്ട്സ് ആണ് ഇന്നത്തെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. സോ വൺ ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ബേസ്ഡ് ഓൺ ക്രിയേഷൻ യു ഹാവ് സ്റ്റഡീഡ്, ദാറ്റ് ഇസ് എക്സ്പ്രസ് കോൺട്രാക്ട്. അടുത്തതാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അതിൽ ശരിക്കും ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് വിത്തൗട്ട് വേർഡ്സ് ഉണ്ടാവില്ല. ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യമൊക്കെ വെച്ചിട്ട് നമ്മൾ ഇൻഫർ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി ഇൻഫേർഡ്. ഇറ്റ് ഈസ് നോട്ട് അണ്ടർസ്റ്റുഡ് വിത്തൗട്ട് വേർഡ്സ്, ഇറ്റ് ആക്ച്വലി ഇൻഫർ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എന്താ പറയുക, മലയാളത്തിൽ എന്താ പറയുക, പെട്ടെന്ന് കിട്ടുന്നത് നമ്മളൊരു കാര്യം, ഒരു സർക്കംസ്റ്റൻസ് നമ്മൾ ഇങ്ങനെ അതിൽ നിന്ന് വേർഡ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്താണെന്ന് നമ്മൾ എടുക്കില്ലേ, ദാറ്റ് ഇസ് നോൺ ആസ് ഇൻഫേർഡ്. ഓക്കെ, മലയാളം എക്സാക്ട് വേർഡ് എനിക്ക് പെട്ടെന്ന് വായിൽ വരുന്നില്ല. ദർ ഇസ് നോട്ട് ഡയറക്റ്റ് അഗ്രിമെന്റ്, ബട്ട് ഇന്റൻഷൻ ഈസ് അണ്ടർസ്റ്റുഡ്. എന്താണ് ഇന്റൻഷൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് നടക്കുന്നത് ഒരു വിത്തൗട്ട് സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ് ആണ്. ഓൺലി ആക്ഷൻ ഷോസ് ദ എഗ്രിമെന്റ്. ഉദാഹരണത്തിന് നിങ്ങളൊരു ബസ് കയറി, യു ഓട്ടോമാറ്റിക്കലി എഗ്രി ടു പേ ഫെയർ. അതിന് പ്രത്യേകിച്ച് വേറെ ഒരു വർത്തമാനത്തിന്റെയോ അല്ലെങ്കിൽ റിട്ടേൺ അഗ്രിമെന്റ് ഒന്നും കാര്യമില്ല. അതേപോലെ തന്നെ നിങ്ങൾ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിച്ചു, യു മസ്റ്റ് പേ. ദാറ്റ് ഇസ് ഇംപ്ലൈഡ് അല്ലെ. അങ്ങനെ അത് നിങ്ങൾ ആ ഒരു സർക്കംസ്റ്റൻസിൽ നിന്ന് ഇൻഫർ ചെയ്തെടുക്കുകയാണ്. ഇറ്റ് ഇസ് ഇംപ്ലൈഡ് ഓൺ ദാറ്റ് സർക്കംസ്റ്റൻസ്. അതിന് പ്രത്യേകിച്ച് റിട്ടേൺ ആയിട്ടോ ഓറൽ ആയിട്ടോ ഒരു കോൺട്രാക്ടിന്റെ ആവശ്യമില്ല. ഓക്കെ, കോഡ്സ് ഓൾസോ ആക്ച്വലി റെക്കഗ്നൈസ് ചെയ്യും ഇംപ്ലൈഡ് കോൺട്രാക്ട്സിനെ ടു ഫെയർനെസ്. നമ്മൾ ഡെയിലി ലൈഫ് ട്രാൻസാക്ഷനിലുള്ള ഫെയർനെസ്സിന് വേണ്ടിയിട്ട് കോഡ്സ് ഓൾസോ ആക്ച്വലി ഇത് ഓക്കെ ആണ്, ഇംപ്ലൈഡ് കോൺട്രാക്ട്സ് അവരും അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ. ദിസ് ഇസ് നോട്ട് നോൺ ആസ് ഇംപ്ലൈഡ് കോൺട്രാക്ട്സ്. നിങ്ങളുടെ മോഡൽ ബുക്കിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് മോർ. നൗ ദ തേർഡ് ടൈപ്പ് ഇസ് സി കോൺട്രാക്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാല് ഇത് നമ്മൾക്കൊരു ചോയ്സ് അല്ല. ഈ കോൺട്രാക്ട് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നല്ല. ഒരു റിയൽ കോൺട്രാക്ട് അഗ്രിമെന്റോ അങ്ങനെ ഒന്നുമില്ല. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് വി ഹാവ് ടു ഫോളോ ദാറ്റ്. അല്ലാതെ നമുക്കിത് വോളണ്ടറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാന്നല്ല. ദിസ് ഇസ് ക്രിയേറ്റഡ് ബൈ ലോ ഓൺ ദ ബേസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി. അത് എല്ലാവരും ഒരേപോലെ ആയിരിക്കണം എന്നുള്ള ഒരു
ചിന്താഗതി കൊണ്ട് ഒരു ലോ ക്രിയേറ്റ് ചെയ്ത ഒരു കോൺട്രാക്ട് ആണ് കോസി കോൺട്രാക്ട്. ഓക്കെ, ഇതില് ഇപ്പൊ രണ്ടുപേര് തമ്മിൽ അവർക്കൊരു ഇന്റൻഷൻ ഒന്നും ഉണ്ടാവില്ല ഒരു കോൺട്രാക്ട് എത്താൻ, പക്ഷെ ഒരു ഓഫറോ അക്സെപ്റ്റൻസോ ഒന്നും ഇതിൽ ആവശ്യമില്ല കേട്ടോ. ഇതിൽ ഈ കോസി കോൺട്രാക്ടിൽ ഒരാളുടെ ഓഫറും ഒരാളുടെ അക്സെപ്റ്റൻസും ഒന്നും ആവശ്യമില്ല. കാരണം ഇത് ഇസ് ക്രിയേറ്റഡ് ബൈ ലോ, ദിസ് ഇസ് നോട്ട് നീഡഡ് ഇൻ കോസി കോൺട്രാക്ട്. ഇതൊക്കെ വൺ വേർഡിന് വരാൻ സാധ്യതയില്ലാണ്. നോക്കി നമുക്ക് MCQ ആണല്ലോ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അല്ലെ. ദിസ് ഇസ് എ ലീഗൽ ഒബ്ലിഗേഷൻ. ലോ ഫോഴ്സ് ചെയ്യുന്നതാണ് ഒരു പേഴ്സണ് certain കാര്യങ്ങൾ നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം, certain ഒബ്ലിഗേഷൻസ് യു വിൽ ഹാവ് ടു ഫുൾഫിൽ എന്നുള്ളത് നിയമപരമായിട്ട് അയാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ബാധ്യതയാണ് നമ്മളിത് ഈ പറയുന്ന കോസി കോൺട്രാക്ട് ആയിട്ട് പറഞ്ഞത്. അവർക്ക് സമ്മതം അല്ലെങ്കിൽ പോലും അത് അവർ ചെയ്തേ പറ്റൂ. ഓക്കെ, അതായത് ഒരു അൺജസ്റ്റ് എൻറിച്ച്മെന്റ് പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ കീ ഐഡിയ എന്ന് പറയുന്നത്. അതായത് ഒരാള് മറ്റൊരാളുടെ ലോസിൽ നിന്ന് ഗെയിൻ ചെയ്യാൻ പാടില്ല. എല്ലാവരും ഒരേപോലെ ആവണം. വേറൊരാളുടെ നഷ്ടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് ഈ കോസി കോൺട്രാക്ട് വരുന്നത്. അതായത് നോ അൺജസ്റ്റ് എൻറിച്ച്മെന്റ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ബൈ ലോ, ഇറ്റ് ഈസ് നോട്ട് വോളണ്ടറി, ഇറ്റ് ഈസ് ലീഗലി ഇമ്പോസ്ഡ്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സാധനം നിങ്ങൾ കളഞ്ഞു കിട്ടിയ വഴിയുന്നു, യു ഹാവ് ടു മീൻസ് ഗിവ് ഇറ്റ് ബാക്ക്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും ഏൽപ്പിക്കണം. നിങ്ങൾക്കത് കീപ്പ് ചെയ്യാനുള്ള യാതൊരു ഇതും ഇല്ല. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ഒരാൾക്ക് ഇപ്പൊ പൈസ 5000 രൂപ അപ്പൊ മിസ്റ്റേക്ക് അയച്ചു കൊടുത്തു എന്ന് വെക്കുക. ദാറ്റ്സ് എ മിസ്റ്റേക്ക്, ഹി മസ്റ്റ് ഗിവ് ഇറ്റ് ബാക്ക് ടു യു. അയാൾക്ക് നിങ്ങൾ കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. So if you have paid ₹5,000 by mistake to someone, he must give it back to you. Okay, അതൊക്കെ ഒരു കോസി കോൺട്രാക്ട് ആണ്. അതിന് പ്രത്യേകിച്ച് വേറെ ഒരു റിട്ടേണോ ഓറലോ ഒന്നും കോൺട്രാക്ട് ഒന്നും ആവശ്യമില്ല. അതേമാതിരി ഓഫറും അക്സെപ്റ്റൻസും ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ നടത്തിയ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ ആണ്. ഇനി നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. ദാറ്റ് ഈസ് on the basis of performance. അതായത് ഇത് പറയുന്നത് വെച്ചാൽ ഇപ്പൊ ഒരു സർട്ടൺ കോൺട്രാക്ട് അത് കംപ്ലീറ്റഡ് ആണോ അല്ലയോ എന്ന് നോക്കിയിട്ടാണ് ഇതില് ഇപ്പൊ ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്ട്, അതിൽ എക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും കോൺട്രാക്ട് പ്രകാരം, ബിക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതും ആ കോൺട്രാക്ട് പ്രകാരം. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞോ അതോ പാർഷ്യലി ചെയ്തിട്ടുള്ളോ, ഒരാളെ ചെയ്തിട്ടുള്ളോ മറ്റൊരാളെ ചെയ്തിട്ടില്ലോ, അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്ന ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ആദ്യത്തെ നമുക്ക് അങ്ങനത്തെ നോക്കാം. എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് ആണ് ആദ്യം പറയുന്നത്. എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് അതായത് രണ്ട് പാർട്ടീസ് ഉണ്ടാവും അല്ലെ. ഒരു കോൺട്രാക്ട് രണ്ട് പാർട്ടീസ് വയ്ക്കുക. അവര് രണ്ടുപേരും അവരുടെ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ അവിടെയാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് വരുന്നത്. ഒന്നും പെൻഡിങ് ഇല്ല. അതായത് വർക്ക് ഈസ് ഫുള്ളി ഡൺ ബൈ ബോത്ത് പാർട്ടീസ്. ഇപ്പൊ എയും ബിയും തമ്മിലൊരു കോൺട്രാക്ട് എത്തി. എ ആ കോൺട്രാക്ട് പ്രകാരം എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്തു കഴിഞ്ഞു. ബി ആ കോൺട്രാക്ട് പ്രകാരം എന്താണ് ചെയ്യേണ്ടത് അതും ചെയ്തു കഴിഞ്ഞു. അവിടെയാണ് അപ്പോൾ ദാറ്റ് ഈസ് ബോത്ത് പാർട്ടീസ് ഹാവ് കംപ്ലീറ്റഡ് ദെയർ ഡ്യൂട്ടീസ്, നത്തിങ് ഈസ് പെൻഡിങ്. അവിടെയാണ് വരുന്നത് വർക്ക് ഈസ് ഫുള്ളി ഡൺ ബൈ ബോത്ത് പാർട്ടീസ്. അവിടെയാണ് എക്സിക്യൂട്ടീവ് കോൺട്രാക്ട് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു ബുക്ക് വാങ്ങിച്ചു. ഓക്കെ, അപ്പൊ ആൻഡ് യു പേ ₹50,000 ടു ദ സെല്ലർ ഗിവ്സ് യു ദ ബുക്ക്, ഫിനിഷ്ഡ്. അത്രേ ഉള്ളൂ. പേയ്മെന്റ് ഈസ് ഡൺ, ഗുഡ്സ് ഈസ് ഡെലിവേർഡ്, ദ കോൺട്രാക്ട് ഈസ് എക്സിക്യൂട്ടഡ്. ഇതാണ് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് ഈസ് എക്സിക്യൂട്ടറി കോൺട്രാക്ട്. നോക്കാം എന്താണ് എക്സിക്യൂട്ടറി കോൺട്രാക്ട്. എക്സിക്യൂട്ടറി കോൺട്രാക്ട് അപ്പൊ എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ വേർ ബോത്ത് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഹാവ് ടു പെർഫോം ദർ ഒബ്ലിഗേഷൻസ് ഇൻ ഫ്യൂച്ചർ. അതായത് വർക്ക് ഈസ് പെൻഡിങ്, ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് ടു ബി ഡൺ ലേറ്റർ. വർക്ക് ഫുള്ളായി കഴിഞ്ഞിട്ടില്ല, പിന്നീട് അത് ചെയ്യേണ്ടി വരും. ഓക്കെ, ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പാർഷ്യലി കംപ്ലീറ്റഡ് ആയിരിക്കും. സോ യു ഓർഡർ എ ഫോൺ online, not delivered it. That is an example for executory contract. Okay,
ഇനി ടൈപ്പ് ഓഫ് എക്സിക്യൂട്ടീവ് കോൺട്രാക്ട് ഉണ്ട്. അത് വളരെ സിമ്പിൾ ആണ്. യു ക്യാൻ സ്റ്റഡി ഓഫ് യുവർ ഓൺ. അത് നിങ്ങൾക്ക് ചെറിയൊരു ഹോംവർക്ക് ആയിട്ട് ഞാൻ തരാണ്. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, താങ്ക് യു.